blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ അവരെ അനുഗ്രഹിച്ച് തീർച്ചയായും പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയിലായിരിക്കും അവർക്കൊരു വലിയ വിടുതൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. NP തോമസ് ആൻഡ് വത്സമ്മ തോമസ്, അവരുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. 3 മക്കൾക്ക് വേണ്ടി ഷീജ, സിജു, ഷെർലി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മേലെല്ലാം ദൈവിക അനുഗ്രഹങ്ങൾ വന്ന് നിറയാൻ വേണ്ടി ഈ കുടുംബം നല്ല ആരോഗ്യത്തിലും സകല ദൈവിക നന്മകളിലും മുന്നിലേക്ക് പോകാൻ. സെയ്റ, എൽസ, ബിനോയ്, പൈതലിൻ്റെ അമ്മ ആശ, ട്വിൻ സിസ്റ്റർ അനിത, 2 പേർക്കും നഴ്സിംഗ് എക്സാമിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ, മാത്രമല്ല അവരുടെ കുട്ടികളെ ഖത്തറിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികൾ തുറന്ന് കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റിറ്റു സോജൻ, എല്ലാ ഭയങ്ങളിൽ നിന്നും, ഡിപ്രഷനിൽ നിന്നും, സൂയിസൈഡൽ ടെൻഡൻസിയിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുവാൻ, 2 മക്കൾക്കും വിദ്യാഭ്യാസവും നല്ല ഭാവിയും ഉണ്ടാകാൻ. വിലാസിനി നാരായണൻ, വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകാൻ, പ്രോപ്പർട്ടി വിൽക്കുവാൻ. 2 ആൺമക്കൾക്ക് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായ സ്വാതന്ത്ര്യം ലഭിക്കാനും അതുപോലെ നല്ലൊരു ഭാവി അവർക്കുണ്ടാകാനും നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ എല്ലാ വിഷയങ്ങൾക്കും ലോകം എമ്പാടുമുള്ള ലക്ഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അവർക്ക് വേണ്ടി അങ്ങയുടെ കരം പ്രവർത്തിക്കുവാൻ, കൈവിരലുകൾ പ്രവർത്തിക്കുവാൻ തുടങ്ങിയതിനായി നന്ദി പറയും. കർത്താവ് വചനമയച്ച് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതിനേക്കാൾ ഉപരിയായ അനുഗ്രഹങ്ങളെ നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വേലയിൽ അവർ പങ്കുകാരായത് നിമിത്തം ദൈവിക അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ സഹോദരിയുടെ പേര് ബീന അനിൽകുമാർ എന്നാണ്. യേശു തൊട്ട് സൗഖ്യമാക്കിയ ഒരു സാക്ഷ്യമായിട്ടാണ് ഈ സഹോദരി നിൽക്കുന്നത്. തനിക്ക് 3 വർഷമായിട്ട് തനിക്ക് നടുവിൻ്റെ ഭാഗത്ത് വളരെ ശക്തിയേറിയ വേദന വരുമായിരുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ആ വേദന വരുന്ന സമയത്ത് തനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധം ആ വേദന വരും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ സഹോദരി ഇങ്ങനെ പറഞ്ഞേ, താൻ ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് മെല്ലെ മെല്ലെ വേണം എഴുന്നേൽക്കാൻ. മാത്രമല്ല തൻ്റെ വീട്ടിലെ ജോലികളൊന്നും തന്നെ ചെയ്യാൻ തനിക്ക് സാധ്യമല്ലാതായിട്ട് വരും. എത്ര നാൾ മുമ്പ്? 3 വർഷം ഇങ്ങനെ വേദനയുണ്ട്. അതെ. അന്നേരത്ത് ഈ സഹോദരി ചെയ്യുന്ന കാര്യം, തനിക്ക് വീട്ടിൽ വേറെ ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട് താൻ ചെയ്യുന്ന കാര്യം ഒരു തോർത്തെടുത്തിട്ട് നടുവിൻ്റെ ഭാഗത്ത് വലിഞ്ഞു കെട്ടും. എന്നിട്ടാണ് താൻ ജോലി ചെയ്യുന്നത്. ഈ സഹോദരി ചെയ്തത്, അടുത്തുള്ള ഡോക്ടറെ കാണാൻ പോയി. ഈ 3 വർഷവും ഈ സഹോദരി പെയിൻ കില്ലർ കൊടുക്കും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കും. ആ നേരത്തെ ഒരു സമാധാനം കിട്ടും, ഒരു വേദന കുറച്ച് മാറി കിട്ടും. ഡോക്ടർ അങ്ങനെയാ പറഞ്ഞു, ഇനി മേലിൽ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ ഇനി ഇത് തരത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ഓഗസ്റ്റ് മാസത്തിൽ നമുക്കിവിടെ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിൽ വന്നു. ഓഗസ്റ്റിലായിരുന്നു ഇവിടുത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. താൻ അവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കണ്ട കാര്യം അവിടെ തനിക്ക് നടുവിന് തേയ്മാനം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. നട്ടലിന് തേയ്മാനമുണ്ട്. ഡിസ്ക് തന്നെ തെന്നി വേറൊരു ഭാഗത്തേക്ക് പോയി. അതെ, ഡോക്ടർ എന്നിട്ട് ചെയ്തത് നടുവിന് ബെൽറ്റ് എഴുതി കൊടുത്തു. ഈ സഹോദരി 3 ദിവസം അതിട്ടു. 4ാം ദിവസമാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നത്. ഓക്കെ, ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് അതെ ഇവിടെ വരുന്നത്. അതെ, ബെൽറ്റ് ഇല്ലാതെ താനാന്ന് വന്നേ. ഓക്കെ, അന്ന് ക്ഷമ സിസ്റ്റർ അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അന്ന് ക്ഷമ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു, പരിശുദ്ധാത്മാവിൽ താൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നടുവിന് പ്രശ്നമുള്ള ചിലരെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയാതിരുന്നത് എന്തൊക്കെയാണ്? നടുവിന് കുനിയാൻ പറഞ്ഞു, വശങ്ങളിലേക്ക് ചരിയാൻ പറഞ്ഞു. ആ സമയത്ത് ഈ സഹോദരി അതെല്ലാം ചെയ്തു നോക്കി. അസ്ഥി സംബന്ധമായ അസുഖമുള്ള ചില വ്യക്തികൾ ഇപ്പോഴിതാ സൗഖ്യമാവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഒരു പക്ഷേ നട്ടലിന്റെ തകരാറുകളായിരിക്കാം, ഡിസ്കിന്റെ തകരാറുകളായിരിക്കാം, ഏത് തകരാറുകളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൈകൾ ഉയർത്താൻ സാധിക്കാതിരുന്നവർ കൈകൾ ഉയർത്തി നോക്കുക, കാല് മടക്കാൻ സാധിക്കാതിരുന്നവർ കാല് മടക്കുക. നട്ടലിന്റെ പ്രശ്നമാണെങ്കിൽ നടുവൊന്ന് വളച്ച് കുനിഞ്ഞു നോക്കുക. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്ന മാത്രയിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, കർത്താവ് അത് സൗഖ്യമാക്കി കഴിഞ്ഞു. നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ യാചന, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആരാധന, യേശുവിൻ്റെ മുൻപാകെയുള്ള നിങ്ങളുടെ സമർപ്പണത്തെ കർത്താവ് കണ്ടു കഴിഞ്ഞു. ഇപ്പോഴിതാ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്ക് തേയ്മാനം ഉള്ളവരെല്ലാം ഇപ്പോൾ സൗഖ്യമാകുകയാണ്. അവർ ഇപ്പോൾ തന്നെ കുനിയുക എന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് ഞാൻ കുനിയുകയും നിവരുകയും ചെയ്തു. ക്ഷമാ സിസ്റ്റർ ഇവിടെ എന്ന് പറയുന്നു, തേയ്മാനമുള്ളവർ എല്ലാം ഇപ്പോൾ സൗഖ്യമാകുകയാണ്. അവർ ഇപ്പോൾ തന്നെ കുനിയാന്നൊക്കെ പറഞ്ഞു. ബ്രദർ, ഇനിയാണ് അത്ഭുതം എന്ന് പറയുന്നത്. ആ സമയത്ത് സഹോദരി ചെയ്തു, താൻ കണ്ണടച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് തൻ്റെ ഇടതുഭാഗത്ത് ആരോ തൊടുന്നത് പോലെ തനിക്ക് തോന്നി. 2 തട്ട് തോന്നി. ഇങ്ങനെ ഇവിടെ വേദന, ഇങ്ങനെ 2 അടി അവിടെ 2 അടി കിട്ടി. അടുത്തിരിക്കുന്ന ആരെങ്കിലും ഞാൻ പെട്ടെന്ന് നോക്കി ആരാന്നിട്ട് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ആരാന്ന്. അറിയില്ല ബ്രദർ. അതിനുശേഷം സഹോദരി പറയുകയാണ്, ഇന്ന് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു, തനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല, തനിക്കിപ്പോൾ ജോലിക്ക് പോകാം, വീട്ടിലെ ജോലികൾ ചെയ്യാം, തനിക്കിപ്പോൾ അങ്ങനെ വേദന വന്നിട്ടില്ല, പൂർണ്ണമായും യേശു കർത്താവ് തന്നെ തൊട്ട് സൗഖ്യമാക്കിയെന്നാണ് സഹോദരി പറയുന്നത്. ഇനിയിപ്പോ ആ അടിച്ചത് ആരായിരിക്കും? യേശുക്രിസ്തു തന്നെ, കർത്താവ് തന്നെയാണ് അടിച്ചത്. അവിടെ തൊട്ടടുത്തുള്ള ആരും അടിച്ചിട്ടില്ല. ഇല്ല, ഞാൻ നോക്കിയത് അടുത്തില്ലായിരുന്നു, ആരും അടുത്തില്ല. അതുകൊണ്ട് വേറെ ആരും അടിച്ചിട്ടില്ല. യേശുവിൻ്റെ കരം ഇന്നും രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർച്ച് അവസാനത്തിൽ നിൽക്കുന്നു, പിറ്റേ വർഷം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിലും ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് നിങ്ങളുടെ ഊഴമാണ്. വിശ്വസിക്കുക, കർത്താവ് ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കും. അടുത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ സാക്ഷ്യം പറയാനുണ്ടാകും. Today I am going to speak to you about the ever-present helper. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്നും കൂടെയിരിക്കുന്ന സഹായിയെ പറ്റിയാണ്. Only God can be with us forever and always. ദൈവത്തിന് മാത്രമേ നമ്മളോട് കൂടെ എല്ലായ്പ്പോഴും എന്നും കൂടെ ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. That's why Jesus came into this world. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. And he was called Emmanuel, God with us. യേശുവിന്റെ പേര് ഇപ്രകാരമാണ്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. Everybody say God is with us. എല്ലാവരും ചേർന്ന് പറഞ്ഞാലും ദൈവം നമ്മോട് കൂടെയുണ്ട്. Say God is with me. എല്ലാവരും പറഞ്ഞാലും ദൈവം എന്നോട് കൂടെയുണ്ട്. One more time. ഒരിക്കൽ കൂടെ പറഞ്ഞാലും ദൈവം എന്നോട് കൂടെയുണ്ട്. Jesus finished his ministry. He died on the cross. He was buried. He was put in the burial cave. He came out of the cave resurrected, and he showed himself to his disciples, and finally he said, I am with you
always. യേശു കർത്താവ് തൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷകൾ തീർത്തതിന് ശേഷം താൻ ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. തൻ്റെ ശരീരം ഒരു ഗുഹയിൽ ശവക്കല്ലറയിൽ വെക്കുവാനിടയായി തീർന്നു. അവിടുന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറയുകയാണ്, ഇതാ ഞാൻ എല്ലാ നാളുകളിലും എല്ലാ കാലത്തും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. Matthew chapter 28 verse number 20. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. These are the exact words of Jesus, and surely I am with you always to the very end of the age. യേശു പറഞ്ഞ അതേ വാക്കുകൾ ഇതാണ്, ഞാനോ യുഗാന്ത്യം വരെയും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. One of the qualities of God is that He is an omnipresent God. ആ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ക്വാളിറ്റി, ഒരു ഗുണം എന്ന് പറയുന്നത് ദൈവം എല്ലാ സ്ഥലത്തുമുള്ള ഒരു ദൈവമാണ്. Wherever you go, the presence of God is there. അത് നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. I can be present in one place at a time. എനിക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സമയത്ത് ആയിരിക്കുവാൻ കഴിയുകയുള്ളൂ. I'm here with you in this blessing festival now. ഞാനിപ്പോൾ ഈ പൊൻകുന്നത്തെ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. I am absent in my home. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഇല്ല. I am absent anywhere else in the world. ഈ ലോകത്തിലെ ഒരു സ്ഥലത്ത് പോലും എന്നെ കാണാൻ പറ്റില്ല. I am present only here. ഇന്ന് പൊൻകുറ്റത്ത് ഇവിടെ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാത്രമേ എന്നെ കാണാൻ God is കഴിയുള്ളൂ. not like that. ദൈവം അങ്ങനെയല്ല. God is in Pongunam. ദൈവം പൊൻകുന്നത്തുണ്ട്. God is in Kanjirapalli. കാഞ്ഞിരപ്പള്ളിയിലും ദൈവമുണ്ട്. God is in Karugachal. കറുകച്ചാലിൽ ദൈവമുണ്ട്. God is in Kottayam town. കോട്ടയം ടൗണിലും ദൈവമുണ്ട്. God is present everywhere in the world. ഈ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. God is a spirit. ദൈവം ആത്മാവാകുന്നു. You cannot see God with these eyes. ദൈവത്തിന് നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ല. But He is real. എന്നാൽ ദൈവം വാസ്തവമായി ഉള്ളവനാണ്. He is more real than our physical bodies. നമ്മുടെ ഈ ശരീരത്തെക്കാളും വളരെ വാസ്തവമാണ് ദൈവം എന്നുള്ള വ്യക്തിത്വം. After 40 years, 60 years, 80 years or 90 years, we will have to shed the body down. നമ്മുടെ ഈ ശരീരം 60, 70, 80 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ജീവിച്ചതിന് ശേഷം നമ്മുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകേണ്ടി That വരും. means our body is not permanent. കാരണം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം അത് സ്ഥിരമായിട്ടുള്ളതല്ല. But our spirits are permanent. എന്നാൽ നമ്മുടെ ആത്മാവ് അത് വാസ്തവമായി സ്ഥിരമായിട്ടുള്ളതാണ്. God's spirit is also eternal. ദൈവത്തിന്റെ ആത്മാവും അത് നിത്യമായ കാലത്തോളമുള്ളതാണ്. That's why Jesus says after resurrection, surely I am with you always to the very end of the age. അതുകൊണ്ടാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം പ്രകാരം പറഞ്ഞു, ഞാനോ യുഗാന്ത്യത്തോളം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. Can you shout a big hallelujah to this God? കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരു വലിയൊരു ഹല്ലേലൂയ ഈ വലിയവനായ ദൈവത്തിന് പറഞ്ഞാലും. One more hallelujah to God. ഒരു ഹല്ലേലൂയയുടെ ശബ്ദം ഉയർത്തി കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലും. There is only one person who has this quality of omnipresence. ഈ എല്ലായിടത്തും കാണപ്പെടുകയെന്നുള്ള ഒരു ഗുണമുള്ള ഒരേ ഒരു വ്യക്തി അത് നമ്മുടെ ദൈവമാണ്. Even Satan does not have that quality. പിശാചിന് പോലും അങ്ങനെ ഒരു ഗുണമില്ല. When Satan is present in one place, he cannot be present in another place. പിശാചിന് ഒരു സ്ഥലത്തുണ്ടായിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തും കൂടെ ആയിരിക്കുവാൻ പിശാചിന് കഴിയുകയില്ല. So if Satan is attacking one person here, he cannot attack another person there. ഈ പിശാച് ഈ സമയത്ത് ഇവിടെ ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അതേ പിശാചിന് അവിടെ ചെന്ന് ഉപദ്രവിക്കാൻ കഴിയുകയില്ല. Why? Because Satan does not have this quality called being present everywhere. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പിശാചിന് അങ്ങനെ ഒരു എല്ലായിടത്തും ഒരേ സമയം കാണുകയെന്നുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണം ആ പിശാചിന് ഇല്ല എന്നുള്ളതാണ്. So that's why he is sending small evil spirits to attack people here and there. അതുകൊണ്ടാണ് സാത്താൻ കൊച്ചു കുട്ടി പിശാചുകളെ ഓരോ സ്ഥലത്ത് അയച്ച് അവന്റെ പ്രവൃത്തികൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. But our God is not like that. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയുള്ളവനല്ല. When you are here, God is with you here.
നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ ദൈവം നിങ്ങളോടുകൂടെ ഇവിടെയുണ്ട്. When you travel back, he will be with you. നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് കൂടെ ദൈവം ഉണ്ടായിരിക്കും. When you will be walking in some place, you will be there. He will be there in the workplace. നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. Hallelujah. Hallelujah. That's why Jesus says, I am with you always. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത്. So do not be afraid. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. In season and out of season I'll be with you. നിങ്ങളുടെ നല്ല കാലത്തും ചീത്തയായ കാലത്തുമേ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. When you're in the sick bed, നിങ്ങൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ Jesus will be there present. യേശു കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. The bystander. നിങ്ങളുടെ ഒരു കൂട്ടായി നിൽക്കുന്ന ആളായി യേശു കർത്താവ് ഉണ്ടായിരിക്കും. Hallelujah. Hallelujah. Now let us read Hebrews chapter number 13. നമുക്കിപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് Verse വരാം. number 6. അതിന്റെ 6-ാമത്തെ വാക്യം. So we say with confidence, the Lord is my helper. I will not be afraid. What can mere mortals do to me? അതുകൊണ്ട് കർത്താവ് എൻ്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. One more time. അതുകൊണ്ട് ചേർന്ന് പറയാം. അതുകൊണ്ട് കർത്താവ് എൻ്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എനിക്കൊന്ന് ആ വാക്യം എല്ലാവരും ചേർന്ന് ഉറക്കെ പറയണം. ബ്രദർ ഷൈജു വായിക്കുമ്പോൾ വായിച്ച് പറഞ്ഞു തരുമ്പോൾ അതിന് ശേഷം ഉറക്കെ അത് പറയണം. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനമായിരിക്കും അത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കർത്താവ് എൻ്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്ന് ഞാൻ ധൈര്യത്തോടെ പറയുന്നു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. So many people are afraid of others. ഒത്തിരി ആളുകൾ മറ്റു മനുഷ്യരെ പേടിയുള്ളവരാണ്. The Bible says the fear is a snare. ബൈബിൾ പറയുന്നു ഭയം ഒരു കെണിയാണ്. Fear of men is a snare. മനുഷ്യനെയുള്ള ഭയം, മനുഷ്യനെയുള്ള പേടി അതൊരു കെണി പോലെയാണ്. The Bible says do not be afraid of men who has breath in their nostrils. ആ ബൈബിൾ പ്രകാരമാണ് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടരുത്. Why? എന്തുകൊണ്ട്? Because when the breath leaves him, he is a stick. മനുഷ്യന്റെ മൂക്കിലെ ശ്വാസം നിന്നു പോകുമ്പോൾ അവൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും. He is nothing. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. So do not be afraid of your neighbors. അതുകൊണ്ട് നിങ്ങളുടെ അയൽവക്കത്തുകാരെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. Do not be afraid of your ammavan. നിങ്ങളുടെ അമ്മാവനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. Do not be afraid of your ammayamma. അമ്മായിയമ്മയെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. Because they are only mere people. അവർ സാധാരണ ഒരു മനുഷ്യർ മാത്രമാണ്. Because when the breath leaves, they are dead. അതുകൊണ്ട് നമ്മുടെ മൂക്കിലെ ശ്വാസം പോകുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകാൻ ഇടയായി തീരും. Hallelujah. Hallelujah. Do not be afraid of Satan. അതുകൊണ്ട് പിശാചിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. Because Satan will be submitted to you at the name of Jesus. കാരണം പിശാച് പോലും യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ നിങ്ങളുടെ മുൻപിൽ കീഴടങ്ങുവാൻ ഇടയായി തീരും. How many of you are attacked by Satan? ഇവിടെ ഇരിക്കുന്ന എത്ര പേർ പിശാചിനാൽ പോരാട്ടം അല്ലെങ്കിൽ പീഡിക്കപ്പെട്ടിട്ടുണ്ട്? പിശാചിന്റെ എന്തെങ്കിലും ഉപദ്രവം? Lift your hands. അങ്ങനെയുള്ള ആളുകൾ കൈ ഉയർത്തി പിടിച്ചാലും ഉണ്ടോ? If you are attacked by Satan, പിശാചിനാൽ ഉപദ്രവിക്കപ്പെട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തി. this is what you have to do. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രം. Next time if he tries to attack you, അടുത്ത പ്രാവശ്യം പിശാച് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ look right into his eyes. പിശാചിന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കിയിട്ട് then say, എന്നിട്ട് പറയുക, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ I request you to leave me. ദയവായി ഒന്ന് പോയാലും. No. അങ്ങനെയല്ല പറയുന്നത്. In the name of Jesus, ധൈര്യത്തോടെ പറയുക, യേശുവിന്റെ നാമത്തിൽ I
order you to leave me right now. ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, എന്നെ വിട്ട് പോകുക. Right now, not tomorrow. ഇപ്പൊ തന്നെ എന്നെ വിട്ടു പോകുക, നാളെയല്ല. Not next Wednesday. Right now. അടുത്ത ബുധനാഴ്ചയല്ല, ഇപ്പൊ തന്നെ എന്നെ വിട്ടു പോകുക. When you exercise that authority, നിങ്ങൾ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആ അധികാരം ഉപയോഗിക്കുമ്പോൾ, that power, ആ ശക്തി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, he will understand who you are. ആ പിശാചിന് മനസ്സിലാകും നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത്. You are a son or a daughter of the Almighty God. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. Hallelujah. ഹല്ലേലൂയ. Never act like you are a thief in front of Satan. അത് നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ മുമ്പിൽ ഒരു കള്ളനെ പോലെ നിങ്ങൾ പേടിച്ചു വരേണ്ട Satan, I ആവശ്യമില്ല. beg you, don't disturb me. പിശാചിന്റെ അടുക്കൽ ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ദയവേത് എന്നെ ഉപദ്രവിക്കരുത്. No, you have authority as a child of God. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഒരു ദൈവത്തിന്റെ മകൻ എന്നുള്ള രീതിയിൽ നിനക്ക് അധികാരമുണ്ട്. Hallelujah. Hallelujah. Exercise that authority. ദൈവം നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന ആ അധികാരം നിങ്ങൾ ധൈര്യത്തോടെ ഉപയോഗിക്കുക. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി നൽകും. താങ്ക് യു ഫാദർ. കർത്താവ്, ഈ സമയത്ത് രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അനേക വർഷങ്ങളായി ഒരേ രോഗം സഹിച്ച് മുന്നിലേക്ക് പോകുന്ന വ്യക്തികൾ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനങ്ങളെ ഞാനിപ്പോൾ അഴിച്ചു കളയുന്നു. താങ്ക് യു ഫാദർ. ആ രോഗബന്ധനത്തെ കർത്താവ് ഇപ്പോൾ അഴിക്കുകയാണ്. അതിൽ ഉറക്കമില്ലായ്മ വരെയുണ്ട്. ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികൾ, രോഗങ്ങളാലാകാം, അതല്ലെങ്കിൽ തന്നെ മനപ്രയാസങ്ങളിലൊക്കെ ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികൾ, കർത്താവിൻ്റെ ഒരു സാന്നിധ്യം വന്ന് നിറഞ്ഞ് ആ ഏകാന്തത മാറിപ്പോകട്ടെ. അസ്ഥികൾക്കകത്തുള്ള രോഗങ്ങൾ, അസ്ഥിയിലും അതുപോലെ ബോൺ മാരോ, മജ്ജയ്ക്കകത്തുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കോളൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് രീതിയിലുള്ള ക്യാൻസർ ആയാലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. റോബർട്ട് എന്നു പേരുള്ളൊരു സഹോദരനെ കർത്താവ് മാരകമായൊരു രോഗത്തിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ചില വ്യക്തികളുടെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പല ഡോക്ടേഴ്സ് ഒരുമിച്ച് കൂടിയിരുന്ന്
ഒരു പാനലായി ഇരുന്നിട്ട് പോലും അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ ബന്ധുക്കളും മക്കളൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവേ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ, ഹെർണിയ സൗഖ്യമാകട്ടെ, ഫിസ്റ്റുല സൗഖ്യമാകട്ടെ, ഗർഭാശയത്തിനകത്തുള്ള ഫൈബ്രോയിഡുകൾ മാറട്ടെ, അണ്ഡാശയത്തിനകത്തുള്ള സിസ്റ്റുകൾ മാറിപ്പോകട്ടെ, കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ചിത്തരഞ്ജൻ എന്ന പേരിലൊരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് നെക്കിൻ്റെ ബാക്കിൽ നിന്നും താഴേക്ക് ഭയങ്കരമായ പെയിൻ മൂലം ജോലിക്ക് പോകാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിപൂർണ്ണ സൗഖ്യം സ്വീകരിക്കുക. പുകവലിക്കുന്ന ശീലമുള്ള വ്യക്തികൾ ഇപ്പോൾ അതിൽ നിന്ന് പുറത്തു വരിക. മദ്യപിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ വിഷ്യസ് സൈക്കിളിൽ നിന്ന് ഞാൻ അവരെ പുറത്തെടുക്കുന്നു. ഡ്രഗ് അഡിക്ഷൻ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. ഞാനിത് പറയുമ്പോൾ ദുശീലങ്ങൾ കൂടാതെ മോഷണം കൂടെ ഉള്ള ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. വേറെ ആരും അതറിയുന്നില്ല, പോലീസ് പിടിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഇതെല്ലാം അറിയുന്ന ദൈവം ഇതെല്ലാം കാണുന്നു. ബൈബിൾ പറയുന്നു ഒരു ദിവസം എല്ലാം പുറത്തു വരും. ഇരുളിൽ ഗുപ്തമായി ചെയ്തതുപോലും പുറമുകളിൽ ഘോഷിക്കപ്പെടുന്നൊരു ദിവസം വരും. അതുകൊണ്ട് ആ ശീലം വിട്ട് ബൈബിൾ പറയുന്നു മോഷ്ടിക്കുന്നവർ അത് നിർത്തി ജോലി ചെയ്യുക, അധ്വാനിച്ച് ജീവിക്കുവാൻ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല സകല പാപങ്ങളിൽ നിന്നും നമ്മെ പുറത്തെടുക്കുന്ന രക്ഷകനാണ്. അപസ്മാര രോഗം മാറട്ടെ. നിങ്ങളുടെ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിപ്പോൾ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ സമ്പൂർണ്ണ വിടുതൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാനിത് പറയുമ്പോൾ വയറിനകത്ത് ട്വിൻസ് ഉള്ള എന്ന് വെച്ചാൽ ഇരട്ട കുഞ്ഞുങ്ങളുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി വല്ലാത്ത ശാരീരിക അവസ്ഥകളിലൂടെ പോകുന്നു. എന്നാൽ ഇന്ന് മുതൽ കർത്താവ് ആ ശാരീരിക നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തുകയും ആരോഗ്യം നൽകുകയും ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് നീ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ഐ റിലീസ് യുവർ ബ്ലെസ്സിങ്സ് ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ കാണാൻ മറക്കരുത്. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവുമുള്ള ഇതേ സമയത്തുള്ള പ്രോഗ്രാം. നിങ്ങൾ മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോടുകൂടെ പറയുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.